ആഹാരം പൂർണ്ണമായിട്ട് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുമായിരുന്നു. കാരണം എന്താ, അടുത്ത പോയിന്റ് അതാണ്. അതാ ശ്രദ്ധിച്ചോ. അതായത് നല്ല വ്യായാമം. നമ്മൾ ഇത്ര കിലോമീറ്ററുകളാണ് നമ്മൾ അറിയാതെ ഒരു ദിവസം നടന്നിരുന്നത്. ഇന്നിപ്പം നടത്തില്ല. ഇരിക്കുന്ന സീറ്റിന്റെ അടിയിൽ പോലും വീലുകൾ വെച്ചിരിക്കുകയാണ്. അത് നിരക്കിയും നീങ്ങിയൊക്കെയാണ്. നമ്മൾ ആ ചെയർന്ന് എനിക്കാൻ പോലും മുതിരുന്നില്ല. പിന്നെ വാഹനങ്ങളാണ്. വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ കടകളിൽ സെയിൽസ് ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ വാഹനങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാലം. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മുടെ വ്യായാമത്തെ, അറിഞ്ഞും അറിയാതെയുള്ള വ്യായാമത്തെ തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട്. അത് നമ്മുടെ ദഹനശക്തിയും ബാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് വ്യായാമം കുറവാണ്, നമ്മുടെ ശാരീരിക ചലനങ്ങൾ കുറവാണെന്ന് അറിയുമ്പോൾ അതിനനുസരിച്ച് ഊർജ്ജം, കലോറി മാത്രമേ ലിബറേറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ ശരീരത്തിന്. അപ്പൊ അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഊർജ്ജം, കലോറി കൂടുതലായിട്ട് ശരീരത്തിലേക്ക് കൊടുത്താൽ അത് കെട്ടിക്കിടന്ന് പലതരം രോഗാവസ്ഥകൾ ഉണ്ടാക്കും. സംശയമൊന്നുമില്ലോ. അത് തന്നെയാണ് ഇന്നത്തെ ഒട്ടുമിക്ക രോഗാവസ്ഥകൾക്കും, പലതരം ബ്ലോക്കേജുകൾക്കും സ്രോതോരോധവും ശോഭവുമാണ് രോഗാവസ്ഥയ്ക്ക് പ്രധാന കാരണമെന്ന് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ സ്രോതോരോധം ഉണ്ടാവുന്നത് എങ്ങനെയാ? അമിതമായിട്ടുള്ള കൊഴുപ്പ് ശരീരത്തിൽ അടിഞ്ഞുകൂടുമ്പോൾ സ്രോതോരോധം വരാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ ദഹിക്കാൻ